വർഷങ്ങളായുള്ള മലയോര ജനതയുടെ സ്വപ്നമായിരുന്ന ശബരി പാതയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഓഫീസുകൾ ഉടൻ തുറക്കുമെന്ന് ശബരി ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ജനറൽ കൺവീനർ ബാബു പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടൊപ്പം മൂവാറ്റുപുഴയിൽ അടച്ചുപൂട്ടിയ സദേൺ റെയിൽവേയുടെ ഓഫീസിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം വേണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. മധ്യ കേരളത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമായ അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നിർണായക തീരുമാനത്തെ ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ സ്വാഗതം ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പദ്ധതി ചെലവിന്റെ പകുതി തുകയായ 1900 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം പദ്ധതി പ്രദേശത്തെ ഭൂവുടമകൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്ന് ഭാരവാഹികളായ മുൻ MLA ബാബു പോൾ, മുൻ MLA ഗോപി കോട്ടമുറിക്കൽ, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉൾപ്പെടെ ഞങ്ങൾ ആക്ഷൻ കൗൺസിലിന്റെ എല്ലാ പ്രദേശത്തു നിന്നുമുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ ഞങ്ങൾ കോവളത്ത് പോയി. കോവളം പാലസിലാണ് അദ്ദേഹം ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാശ് വേണം ഇപ്പോൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ചുരുങ്ങിയത് ഒരു 200 കോടി രൂപയെങ്കിലും കിട്ടിയാൽ തുടങ്ങിയ പരിപാടികൾ തുടർന്ന് പോകാൻ പറ്റും. സംസ്ഥാന വിഹിതമായി ഉപയോഗിച്ചാൽ മതി. കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം അത്തരം നിലപാട് സ്വീകരിക്കാം. അത്രയും എമൗണ്ട് അവിടെ നിന്ന് കിട്ടും. അപ്പൊ 400 കോടി രൂപയ്ക്ക് പെരുമ്പാവൂർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥലമുടമകളുടെ നഷ്ടപരിഹാരവും നൽകാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പറഞ്ഞത്. അതാണെങ്കിൽ ആ ബഡ്ജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് 100 കോടി രൂപ വകയിരുത്തി. 1996 റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയ പദ്ധതിയാണെങ്കിലും 2005 വരെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. 2006 ഒക്ടോബർ 12 മൂവാറ്റുപുഴ MLA ആയിരുന്ന ബാബു പോൾ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനെ തുടർന്നാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ ലഭിച്ചത്. തുടർന്ന് പാല, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ LA ഓഫീസുകൾ അനുവദിക്കുകയും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്നും പദ്ധതി വൈകുന്നതിനെതിരെ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തി. ഇതിനൊടുവിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ശബരിമല തീർത്ഥാടകരുടെ യാത്രാ സൗകര്യം വർദ്ധിക്കുമെന്നും എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ മലയോര മേഖലയിലെ വാണിജ്യ, വ്യാവസായിക, ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുമെന്നും ഇവർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിച്ച് ഈ പാതയെ തിരുവനന്തപുരത്തേക്കുള്ള 3ാമത്തെ സമാന്തര പാതയാക്കി മാറ്റാനുള്ള നടപടി വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ശബരിപാത നീട്ടുന്നതിനുള്ള DPR തയ്യാറാക്കാൻ 2 കോടി രൂപ അനുവദിച്ച നടപടിയെയും ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ബാബു പോൾ അഭിനന്ദിച്ചു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.